Hi everyone. അടുത്തതായിട്ട് നമുക്ക് DC മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് തന്നെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സും മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സും വരുന്നുണ്ട്. ഇതിൽ DC മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സോ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ വർക്കിംഗ്, അതുപോലെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, then അതിൻ്റെ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നോക്കാം. മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് മെയിനായിട്ടും അതിനെ മൂവിങ് സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സും പിന്നെ ഒന്ന് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സും. അതിൽ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റും വരുന്നുണ്ട്, അതുപോലെ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റും വരുന്നുണ്ട്. പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് PMMC എന്ന് പറയും. ദെൻ ഡൈനാമോ മീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും വരുന്നുണ്ട്. ദെൻ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്സിലാണെങ്കിൽ അട്രാക്ഷൻ ടൈപ്പും ഉണ്ട്, അതുപോലെ റിപ്പൾഷൻ ടൈപ്പും ഉണ്ട്. അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അട്രാക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യണതെങ്കിൽ അട്രാക്ഷൻ ടൈപ്പ് എന്ന് പറയും. റിപ്പൾസീവ് പ്രോപ്പർട്ടിയാണ് അവിടെ, മാഗ്നറ്റിക്കിൻ്റെ റിപ്പൾസീവ് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യണതെങ്കിൽ റിപ്പൾഷൻ ടൈപ്പ് എന്ന് പറയും. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. The most commonly used instrument to measure DC quantities like voltage and current. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഒക്കെ നമ്മൾ DC ക്വാണ്ടിറ്റീസ്, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ DC ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിവൈസാണ് ഈ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ the working principle of a PMMC instrument is based on the principle that when a current carrying conductor is placed in a magnetic field, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ, രണ്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ രണ്ട് പെർമനൻറ്റ് മാഗ്നറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ടൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ ഫോഴ്സ് വിച്ച് ടെൻസ് ടു മൂവ് ദ കണ്ടക്ടർ. അങ്ങനെ നമ്മളൊരു കണ്ടക്ടറിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് ആ കണ്ടക്ടറിന് മൂവ്മെൻറ്റ് സംഭവിക്കും. അതായത് നമ്മുടെ DC മോട്ടറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ PMMC മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിനകത്തും യൂസ് ചെയ്യുന്നത്. നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് പ്രകാരം ഈ കോയിൽ മൂവ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ PMMC ഇൻസ്ട്രുമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു റെക്റ്റാങ്കുലർ കോയിൽ ഉണ്ടാവും, wound with a very fine gauge insulated copper wire. വെരി ഫൈൻ ഗേജ് ആയിട്ടുള്ള, അതായത് ചെറിയ ഗേജിലുള്ള ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് വൈൻഡ് ചെയ്ത ഒരു റെക്റ്റാങ്കുലർ കോയിലാണുള്ളത്. ഓൺ എ തിൻ ലൈറ്റ് അലുമിനിയം ഫോമർ, ഒരു തിൻ ലൈറ്റ് അലുമിനിയം ഫോമറിൻ്റെ മേലെയാണ് അത് വെച്ചിട്ടുള്ളത്. ദ അലുമിനിയം ഫോമർ നോട്ട് ഓൺലി സപ്പോർട്ട്സ് ദ കോയിൽ ബട്ട് ഓൾസോ പ്രൊഡ്യൂസസ് എഡി കറണ്ട് ഫോർ ഡാമ്പിങ്. അപ്പോൾ ഈ അലുമിനിയം ഫോയിലിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അലുമിനിയം ഫോയിലിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് നോട്ട് ഓൺലി സപ്പോർട്ട്സ് ദ കോയിൽ, അത് കോയിലിനെ സപ്പോർട്ട് ചെയ്യാനും മാത്രമല്ല ബട്ട് ഓൾസോ പ്രൊഡ്യൂസസ് ദ എഡി കറണ്ട് ഫോർ ഡാമ്പിങ്. ഡാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള, ഡാമ്പിങ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും കൂടി അലുമിനിയം ഫോമർ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഓർത്തിക്കുക, അലുമിനിയം ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഇറ്റ് സപ്പോർട്ട്സ് ദ കോയിൽ, അത് കോയിലിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസസ് ദ എഡി കറണ്ട് ഫോർ ഡാമ്പിങ്, ഡാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അലുമിനിയം ഫോമറിനെ യൂസ് ചെയ്യുന്നുണ്ട്. The coil and the former are attached with spindles on either side. ഈ കോയിലും ഫോമറും ഒരേ സ്പിൻഡിലിൻ്റെ മേലെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സ്പിൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തണ്ട്, അതായത് ആ ഒരു പോയിൻ്റർ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു തണ്ടിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സപ്പോർട്ടഡ് ബൈ ദ ജ്വൽഡ് ബിയറിങ്സ് സോ ആസ് ടു മേക്ക് ദ അസംബ്ലി മൂവ്ലി ഫ്രീ ഇൻ ദ എയർ ഗ്യാപ്പ്. അപ്പോൾ ഈ അസംബ്ലി എയർ ഗ്യാപ്പിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ജ്വൽഡ് ബിയറിങ്സ് ഇതിൻ്റെ സ്പിൻഡിലിൻ്റെ സ്പിൻഡിലിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിനകത്ത് ഫിഗർ കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലുള്ള ഫിഗർ കാണാം. ഒരു കോയിൽ, നമ്മുടെ അലുമിനിയം ഫോമർ കാണാം. അലുമിനിയം ഫോമറിൻ്റെ മേലായിട്ട് റെക്റ്റാങ്കുലർ മൂവിങ് കോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരേ സ്പിൻഡിലിൻ്റെ മേലെയാണ് വെച്ചിട്ടുള്ളത്. താഴെ ഒരു ജ്വൽഡ് ബിയറിംഗ്, ഇത് മൊത്തമായിട്ട് കിടന്ന് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ജ്വൽഡ് ബിയറിംഗ് താഴെയും മേലെയും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്പിൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മേലെ ഒരു സ്പ്രിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ കൊടുക്കുന്ന കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത് സ്പ്രിംഗ് കൺട്രോൾ ടോർക്ക് ആയിരിക്കും. ദെൻ സീറോ അഡ്ജസ്റ്റ്മെൻറ്റ് ലെവർ ഉണ്ട്. ദ ടു എൻഡ്സ് ഓഫ് ദ കോയിൽ ആർ കണക്റ്റഡ് ടു ദ ടു ഫോസ്ഫർ ബ്രോൺസ് റിങ്സ്. രണ്ട് കോയിലിൻ്റെ രണ്ടറ്റം, നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോയിലിൻ്റെ രണ്ടറ്റം രണ്ട് ഫോസ്ഫർ സ്പ്രിങ്ങുമായിട്ട്
കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ് എന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്പ്രിങ് ആണ്. ഫിക്സഡ് വൺ ഓൺ ഈച്ച് സ്പിൻഡിൽ ടു ലീഡ് ഇൻ ആൻഡ് ലീഡ് ഔട്ട് ദ കറണ്ട്. അപ്പോൾ ഒരെണ്ണം എന്തിനായിരിക്കും, ഒന്ന് കറണ്ട് ലീഡ് ഇന്നിനും ഒന്ന് കറണ്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് കറണ്ട് അതിനകത്തൂടെ കടന്നു പോകുന്ന രീതിയിലുമായിരിക്കും രണ്ട് സ്പ്രിങ്ങിനകത്ത് വെച്ചിട്ടുണ്ടാവുക. And the springs are spiraled in the opposite direction in order to neutralize the effect of the temperature changes. നമ്മൾ മുമ്പ് സ്പ്രിംഗ് കൺട്രോൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് സ്പ്രിങ്ങിനെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. സ്പൈറൽ ചെയ്തിട്ടുണ്ടാവുക ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഒന്ന് വൈൻഡ് ചെയ്യുന്ന സമയത്തേക്ക് മറ്റേതാണ് വൈൻഡ് ചെയ്യുന്ന രീതി. ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാകുന്നതിന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് സ്പ്രിങ്ങിനെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്പൈറൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. The horseshoe shaped permanent magnet is made of an alloy called alnico. പേര് ഓർത്ത് വയ്ക്കുക. താഴെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ പെർമനൻറ്റ് മാഗ്നറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പെർമനൻറ്റ് മാഗ്നറ്റ് എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എൻ അലോയ് കോൾഡ് അൽനിക്കോ. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് PMMC കോയിലിനകത്ത് യൂസ് ചെയ്യുന്ന PMMC ഇൻസ്ട്രുമെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്ന പെർമനൻറ്റ് കോയിൽ എന്തുപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അൽനിക്കോ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അലോയ് അൽനിക്കോ എന്ന് പറയുന്നൊരു അലോയ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഷേപ്പ് എന്താണ്? ഹോഴ്സ് ഷൂ ഷേപ്പ്. ഹോഴ്സിൻ്റെ ഷൂ ഷേപ്പിലായിരിക്കും ഈ പെർമനൻറ്റ് മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ് ഹാസ് സോഫ്റ്റ് അയൺ പോൾ പീസസ് വിച്ച് ആർ ഷേപ്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് യൂണിഫോം ഫ്ലക്സ് ഇൻ ദി എയർ ഗ്യാപ്പ്. ഫിഗറിൽ കാണാൻ നമുക്ക് അവർ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ രണ്ടറ്റത്തായിട്ട് സോഫ്റ്റ് അയൺ കോർ, അതായത് സോഫ്റ്റ് അയൺ പീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്തിനാണ് ഈ സോഫ്റ്റ് അയൺ പീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക? വിച്ച് ആർ ഷേപ്ഡ്, സോഫ്റ്റ് അയൺ പീസ് ആർ placed to distribute uniform flux in the air gap. എയർ ഗ്യാപ്പിൽ യൂണിഫോം ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് അയൺ പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതായത് എയർ ഗ്യാപ്പിൽ സോഫ്റ്റ് അയൺ പീസ് വെച്ചിട്ടുണ്ട്, അത് യൂണിഫോം ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ് സോഫ്റ്റ് അയൺ പീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. And the moving coil can move within the gap between the soft iron core and the pole pieces. അപ്പോൾ ഈ മൂവിങ് കോയിലിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ഈ സോഫ്റ്റ് അയൺ പീസിനും അതുപോലെ ഈ പോൾ പീസസിൻ്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൂവിങ് കോയിലിനെ വെച്ചിട്ടുള്ളത്. ഇനി സോഫ്റ്റ് അയൺ കോറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ടു ഡിക്രീസ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ബിറ്റ്വീൻ ദ പോൾസ് ആൻഡ് ദെർബൈ ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെയും നോർത്തും സൗത്തും രണ്ട് പോളിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന മാഗ്നറ്റിക് പാത്ത്, ആ മാഗ്നറ്റിക് പാത്തിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ റിലക്റ്റൻസ്, മാഗ്നറ്റിക് പാത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന റിലക്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് പറയുന്നത് അതേപോലെ തന്നെ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഉണ്ടാകുന്ന തടസ്സത്തെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ തടസ്സത്തെ, അതായത് റിലക്റ്റൻസിനെ കുറയ്ക്കാനായിട്ട് സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ എയറിൽ കടത്തിവിടുന്നതിനേക്കാളും കൂടുതൽ മാഗ്നറ്റിക് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവ് സോഫ്റ്റ് അയൺ കോറിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് പാത്തിൻ്റെ റിലക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സോഫ്റ്റ് അയൺ പീസ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതുമാത്രമല്ല ദെർബൈ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സും ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ ടു മേക്ക് ദ ഫ്ലക്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ എയർ ഗ്യാപ്പ്. ഒരു സോഫ്റ്റ് അയൺ പീസ് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ ആ അയൺ പീസിൻ്റെ അകത്തോട്ട് റിലക്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെ, എപ്പോഴും നമുക്ക് തടസ്സം കുറഞ്ഞ പാത്തിലൂടെ ആയിരിക്കും കറണ്ടും അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ പീസിനകത്ത് റിലക്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഏറ്റവും കൂടുതൽ അതിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് പാത്ത് അല്ലെങ്കിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്ലക്സ് അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൂടി ഏത് സഹായിക്കും? സോഫ്റ്റ് അയൺ കോർ സഹായിക്കുന്നതാണ്. അപ്പോൾ സോഫ്റ്റ് അയൺ കോറിന് ഒരു ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന്, മാഗ്നറ്റിക് പാത്തിൻ്റെ റിലക്റ്റൻസ് കുറച്ചിട്ട് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യുക. രണ്ടാമത്തേത് മാഗ്നറ്റിക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് എയർ ഗ്യാപ്പിൽ പ്രൊവൈഡ് ചെയ്യാനും കൂടെ ആയിട്ട് ഇത് സഹായിക്കും. സോഫ്റ്റ് അയൺ കോർ കൊണ്ട് സാധിക്കും. The point is attached to one of the spindles and it moves on a graduated scale when the coil is deflected by the quantity to be measured. അപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്തിട്ടുള്ള സ്പിൻഡിലിൻ്റെ മേലെ ആയിരിക്കും നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? പോയിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ കോയിലും എല്ലാം ആ ഒരു സ്പിൻഡിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആയിരിക്കും ഈ സ്പിൻഡിലും കോയിലും എല്ലാം ഉണ്ടാവുന്നത്. കടത്തിവിടുന്ന കറണ്ടിനനുസരിച്ചിട്ടുള്ളൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ കാരണം ഈ പോയിൻ്റർ ഡയലിൻ്റെ മേലെ, അതായത് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു പോയിൻ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻ്റർ ഡയലിൻ്റെ മേലെ മൂവ് ചെയ്യുന്നത് നമ്മൾ കടത്തിവിടുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആയിരിക്കും പോയിൻ്ററിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പോയിൻ്റർ മൂവ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് മെഷർമെൻറ്റ് എന്താണെന്ന് അത് ആ മൂവ്മെൻറ്റ് ഡയലിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. When the current is passed through the coil,
the coil experiences a force due to the interaction of the magnetic fluxes produced by the permanent magnet and the current in the moving coil. നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫ്ലക്സിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഫോഴ്സ് കാരണം ഈ കോയിൽ മൂവ് ചെയ്യുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോഴ്സ് ഉണ്ടാവുന്നത്? അതായത് നമ്മൾ അങ്ങനെ ഒരു കോയിലിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു കോയിലിലൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുമ്പം അത് ഈ കോയിൽ ഇറ്റ്സെൽഫ് ഒരു ഇലക്ട്രോ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോ മാഗ്നറ്റിലൂടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടാതെ നമ്മൾ വെച്ച പെർമനൻ്റ് മാഗ്നറ്റിനും ഓൾറെഡി ഒരു ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഫ്ലക്സും കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈ കോയിലിൻ്റെ മേലെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്. We have the force F in the coil due to the BLIN equal to BLIN Newton. നമ്മൾ ആ കോയിലിൻ്റെ മേലെ ഉണ്ടാവുന്ന ഫോഴ്സ് അതെന്തിന് ഈക്വൽ ആയിരിക്കും? BLIN. F ഈക്വൽ ടു B ഇൻറ്റു L ഇൻറ്റു I ഇൻറ്റു N, അത്രയും ന്യൂട്ടൺസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. B എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ് ഇൻ വെബർ പെർ മീറ്റർ സ്ക്വയർ. അതുണ്ടാവുന്ന മാഗ്നറ്റിക് എയർ ഗ്യാപ്പിൽ, അതായത് രണ്ട് പോൾസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന എയർ ഗ്യാപ്പിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി എയർ ഗ്യാപ്പ്. ഏതിലാണ് നമ്മൾ അളക്കുന്നത്? യൂണിറ്റ് എന്താണ്? വെബർ പെർ മീറ്റർ സ്ക്വയറിൽ. നെക്സ്റ്റ് വൺ പറയുന്നത് എൽ ആണ്. എൽ എന്ന് പറയുമ്പം ആക്റ്റീവ് ലെങ്ത് ഓഫ് വൺ കണ്ടക്ടർ ഇൻ ദ എയർ ഗ്യാപ്പ്. ആ എയർ ഗ്യാപ്പിനുണ്ടാവുന്ന ഒരു കണ്ടക്ടർ, നമ്മൾ അവിടെ ഒരു കോയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കോയിലിൻ്റെ ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പം ആ കോയിലിൻ്റെ ഒരു ടേൺ എടുക്കുക. ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ടക്ടറിൻ്റെ ആക്റ്റീവ് ലെങ്ത്ത്, അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ എൽ എന്ന് വിളിക്കുന്നത്. ദ ആക്റ്റീവ് ലെങ്ത് ഓഫ് വൺ കണ്ടക്ടർ ഇൻ ദ എയർ ഗ്യാപ്പ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സിൽ എത്രയാണ് ആ ലെങ്ത്ത് എന്ന് മെഷർ ചെയ്യാം. ഐ എന്ന് പറയുന്നത് നമ്മൾ കടത്തിവിടുന്ന കോയിലിലൂടെ നമ്മൾ കടത്തിവിടുന്ന കറണ്ട് ഇൻ ആംപിയേഴ്സ്. ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്. അങ്ങനെയുള്ള എത്ര ടേൺസ് ഉണ്ട്. അപ്പം എൽ എന്ന് പറയുമ്പം ഒരു ടേണിൻ്റെ ലെങ്ത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോയിലിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടില്ലേ? അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കോയിലിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്ന് BLIN എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. അതിൻ്റെ യൂണിറ്റ്, ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടണിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ടോർക്ക് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ എന്ന് പറയുന്നത്, ഇനി ടോർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ടോർക്ക് എന്ന് പറയുമ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ കോയിലിൻ്റെ മേലെ ഉണ്ടാവുന്ന ടോർക്ക് എന്താണ്? ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. രണ്ട് പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഏത് ഡിസ്റ്റൻസ്, നമുക്ക് രണ്ട് പോയിന്റ് തമ്മിൽ ഏത് രീതിയിൽ ലൈൻ വരച്ചിട്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ ശ്രമിച്ചാലും അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിസ്റ്റൻസ് എന്ന് പറയും. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ളതിനെ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയും. ഇനി ഏതോ രണ്ട് പോയിന്റ് തമ്മിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് നേർരേഖയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ടോർക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ കണ്ടക്ടർ ടു ദ സെൻറ്റർ ഓഫ് ദ സ്പിൻഡിൽ ഇൻ മീറ്റർ. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ ലെങ്ത്, അതായത് സ്പിൻഡിലിൻ്റെ സെൻറ്ററിൽ നിന്നും കണ്ടക്ടറിൻ്റെ സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ കണ്ടക്ടർ ടു ദ സെൻറ്റർ ഓഫ് ദ സ്പിൻഡിൽ ഇൻ മീറ്റേഴ്സ്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അളക്കുന്ന ഏതിലാണ്? മീറ്ററിലാണ്. ഇനി ലെറ്റ് us assume the distance as r meter. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ സ്പിൻഡിലിൻ്റെ സെൻറ്ററിൽ നിന്നും കണ്ടക്ടറിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആർ. FR ന്യൂട്ടൺ മീറ്റർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു നമ്മൾ കണക്കാക്കിയത്? ന്യൂട്ടൺ എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ 6 മീറ്ററിലും കൂടി വരുമ്പോൾ എന്തായിരിക്കും മൊത്തം യൂണിറ്റ് വരിക? ടോർക്കിൻ്റെ ന്യൂട്ടൺ മീറ്റർ എന്നാണ് ടോർക്കിൻ്റെ യൂണിറ്റ് വരിക. അപ്പോൾ T ഈക്വൽ ടു ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം? BLIN ആണ്. T ഈക്വൽ ടു BLIN ഇൻറ്റു R ന്യൂട്ടൺ മീറ്റേഴ്സ് എന്ന് വരും. ഇവിടെ B എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പെർമനൻറ്റ് മാഗ്നറ്റിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. B എന്ന് പറയുന്ന ഫ്ലക്സ് ഡെൻസിറ്റി. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിനകത്ത് നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് B എന്തായിരിക്കും? ഒരൊറ്റ മാഗ്നറ്റാണുള്ളത്. ആ മാഗ്നറ്റിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ച മാഗ്നറ്റാണ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന
മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എൽ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്, അതും കോൺസ്റ്റൻ്റ് ആണ്, കോയിൽ നമ്മൾ മാറ്റുന്നില്ല. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, അതും കോൺസ്റ്റൻ്റ് ആണ്. ആർ എന്ന് പറയുന്നത് സ്പിൻഡിൽ നിന്നും കണ്ടക്ടറിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് ഏത് മാത്രമാണ്? നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് മാത്രമാണ്. ഒരു ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷനിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അതിനകത്തൂടെ കടത്തിവിടുന്ന കറണ്ട് മാത്രമാണ് ഡിഫറെൻ്റ് ആവുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്തെഴുതാം? ടോർക്ക് ഈക്വൽ ടു കെ ഇൻറ്റു ഐ, അതായത് ബി എൽ എൻ ഇൻറ്റു ആർ. ഇത്രയും 4 ക്വാണ്ടിറ്റീസിൻ്റെ മൾട്ടിപ്ലിക്കേഷനെ നമുക്ക് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. അത്രയും സംഭവങ്ങൾ ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഈക്വൽ ടു കെ ഇൻറ്റു ഐ എന്നെഴുതാം. കെ ഈക്വൽ ടു ബി എൽ എൻ ഇൻറ്റു ആർ ആണ് കെയുടെ വാല്യൂ. അത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഐ മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഏതിനനുസരിച്ചായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക? അതിലൂടെ കടത്തിവിടുന്ന കറണ്ടിനനുസരിച്ചിട്ടുള്ള ചേഞ്ചാണ് ടോർക്കിന് ഉണ്ടാവുക. ഇനി മീറ്റർ, നെക്സ്റ്റ് സംഭവം പറയുന്നത് മീറ്റർ സെൻസിറ്റിവിറ്റി. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ് മീറ്റർ സെൻസിറ്റിവിറ്റി എന്നത്. The amount of current necessary to cause full scale deflection of the meter pointer is the meter sensitivity. അപ്പോൾ എന്താണ് മീറ്റർ സെൻസിറ്റിവിറ്റി? ഒരു മീറ്ററിൻ്റെ അകത്ത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ആ മീറ്ററിൻ്റെ പോയിൻ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മീറ്ററിൽ കാണുന്ന ലാസ്റ്റ് റീഡിങ്, ആ ലാസ്റ്റ് റീഡിങ്ങിലേക്ക് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഒരു പോയിൻ്ററിനെ 0-ൽ നിന്നും ആ ഏറ്റവും ലാസ്റ്റിലുള്ള ആ ഒരു റീഡിങ്ങിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കറണ്ടിൻ്റെ എമൗണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ തരാനായിട്ട് എത്ര കറണ്ട് ആ മീറ്ററിലൂടെ പാസ് ചെയ്യണം, അതിനെയാണ് ആ മീറ്ററിൻ്റെ മീറ്റർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ടിപ്പിക്കൽ കറണ്ട് മീറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി എത്രയാണ്? ഒരു 5 മൈക്രോ ആംപിയർ മുതൽ 75 മില്ലി ആംപിയർ വരെയാണ് മീറ്റർ സെൻസിറ്റിവിറ്റീൻ്റെ വേരിയേഷൻ വരുന്നത്. The direction of current deflection of the moving coil depends upon the direction of current flowing through the coil. ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് കോയിൽ, ആ മൂവിങ് കോയിലിൻ്റെ ഡിഫ്ലക്ഷൻ, നമ്മൾ പറഞ്ഞു മൂവിങ് കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ഡിഫ്ലക്ഷൻ ഓഫ് ദി മൂവിങ് കോയിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ. കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, കറണ്ടിൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ മൂവിങ് കോയിലിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് റിവേഴ്സ് പൊളാരിറ്റി, നമ്മൾ റിവേഴ്സ് പൊളാരിറ്റിയിൽ ഇൻസ്ട്രുമെൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ കോയിൽ വിൽ ബി റിവേഴ്സ്ഡ്. അപ്പോൾ കോയിലിൻ്റെ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആയിരിക്കില്ല, അതിനെ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോയിലിൻ്റെ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യും. ദ പോയിൻ്റർ വിൽ ട്രൈ ടു മൂവ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ പോയിൻ്റർ മൂവ് ചെയ്തിരുന്നതെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റിയിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഇത് 0-ൽ നിന്നും ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിലേക്ക്, അല്ലെങ്കിൽ 0-ൽ നിന്നും മെല്ലെ മെല്ലെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ്റെ ഇടയ്ക്കുള്ളൊരു റീഡിംഗ് ആണ് നമുക്ക് വരേണ്ടത്. പക്ഷെ നമ്മൾ റിവേഴ്സ് പൊളാരിറ്റിയിൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പോയിൻ്റർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടുന്ന് 0-ൽ നിന്നും ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എങ്കിൽ അതങ്ങനെ പോവാതെ 0-ൽ നിന്നും താഴേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? റീഡിങ് ബിലോ ദ 0, അത് 0-ൻ്റെ താഴെയുള്ളൊരു റീഡിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എന്തായിരിക്കും? എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തേക്ക് കറക്റ്റ് പൊളാരിറ്റിയിൽ തന്നെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടുള്ളൂ. ദ ഇൻസ്ട്രുമെൻറ്റ് വിൽ നോട്ട് ഡിഫ്ലക്റ്റ് വെൻ കണക്റ്റഡ് ടു എൻ AC സപ്ലൈ. ഇതൊരു DC മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് PMMC എന്ന് പറയുന്നത്. നമ്മൾ എങ്ങാനും AC സപ്ലൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യേയില്ല, അതിൻ്റെ പോയിൻ്റർ ഒട്ടും ഡിഫ്ലക്റ്റ് ചെയ്യില്ല. AC ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ. DC കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടുള്ളൂ. PMMCൻ്റെ യൂസസ് എന്തൊക്കെയാണ്?
As a PMMC instrument is a polarized instrument. അതൊരു polarized instrument ആണ്. It could be used only in the DC. Polarized instrument ആണ്, ഒരേ ഡയറക്ഷനിലുള്ള കറണ്ടിനെ മാത്രമേ അത് മെഷർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് അതിന് DC-യിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. AC-യിൽ എന്തുകൊണ്ടായിരിക്കും ഡിഫ്ലക്ഷൻ ഇല്ലാത്തത്? ആദ്യം പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ അപ്പോൾ ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല, രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് പോകും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ DC-യിൽ മാത്രമേ ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. The PMMC instrument could be directly used to measure milli or microamperes as the moving coil can carry a low current only. അപ്പോൾ മൂവിങ് കോയിലിന് ലോ കറണ്ട് മാത്രമേ കടത്തിവിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും മില്ലി ആംപിയർ, മൈക്രോ ആംപിയറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മൈക്രോ ആംപിയറൊക്കെ മെഷർ ചെയ്യാനായിട്ട് PMMCനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. With proper shunt, these instruments could be used to measure large currents, and with proper series resistors called multipliers, it could be converted into a voltmeter. നമ്മൾ ലോ കറണ്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും വേണ്ട, PMMC ഇൻസ്ട്രുമെൻറ്റിന് ഡയറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ കറണ്ടുകൾ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാർജ് കറണ്ട്സ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് പ്രോപ്പർ ഷണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ് അതിൻ്റെ കൂടെ, ഷണ്ടായിട്ട് എന്ന് പറയുമ്പോൾ പാരലായിട്ട്, ഈ ഇൻസ്ട്രുമെൻറ്റിന് പാരലായിട്ട് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് കറണ്ടിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രോപ്പറായിട്ടുള്ള സീരീസ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതായത് മൾട്ടിപ്ലയേഴ്സ്, സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൾട്ടിപ്ലയേഴ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യണതെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കിതിനെ വോൾട്ട് മീറ്ററായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് അമ്മീറ്ററായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെൻറ്റിനെ പാരലായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അമ്മീറ്ററായിട്ടും, സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വോൾട്ട് മീറ്ററായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ വോൾട്ട് മീറ്ററായിട്ടും അമ്മീറ്ററായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇത് PMMC ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കൺസ്യൂംസ് ദ ലെസ് പവർ, കുറഞ്ഞ പവർ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ചെറിയ എമൗണ്ട് കറണ്ടാണ് അതിനകത്തൂടെ കടത്തി വിടുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ട് കറണ്ട് അതിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനെന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂംസ് ലെസ് പവർ, ഹാസ് യൂണിഫോം സ്കെയിൽ ആൻഡ് ക്യാൻ കവർ ആൻ ആർക്ക് അപ് ടു 270 ഡിഗ്രി. അപ്പോൾ 270 ഡിഗ്രി വരെ ആർക്ക് കവർ ചെയ്യാനായിട്ട് അതിന് ഏത് സാധിക്കും? PMMC ഇൻസ്ട്രുമെൻറ്റിന് സാധിക്കും. ഒരു യൂണിഫോം സ്കെയിലാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എന്തായിരിക്കും? കുറവായിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ടു ഹൈ ടോർക്കാണ്, വെയിറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ടോർക്ക് ടു വെയിറ്റ് റേഷ്യോ എപ്പോഴും ഹൈ ആയിരിക്കും. ക്യാൻ ബി മോഡിഫൈഡ് ആസ് വോൾട്ട്മീറ്റർ ഓർ അമ്മീറ്റർ വിത്ത് സ്യൂട്ടബിൾ റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷണ്ടായിട്ട് സ്യൂട്ടബിൾ റെസിസ്റ്റേഴ്സ് ഷണ്ടായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മീറ്ററായിട്ടും തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ട്മീറ്ററായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിനെ എപ്പോഴും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് ടോർക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എഫക്റ്റഡ് ബൈ ദ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്, അതായത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും അതിന് ഉണ്ടാവാറില്ല. ആൻഡ് ഹാസ് നോ ലോസ് ഡ്യൂ ടു ദ ഹിസ്റ്ററിസിസ് ലോസും അവിടെ ഉണ്ടാവാറില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ ദ DC മെഷർ ചെയ്യാനായിട്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് വെരി ഡെലിക്കേറ്റ്, അത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് PMMC എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് PMMC ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കോസ്റ്റ്ലി വെൻ കമ്പയർ ടു ദ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PMMC ഇൻസ്ട്രുമെൻറ്റിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. മേ ഷോ എറേഴ്സ് ഡ്യൂ ടു ദ ലോസ് ഓഫ് മാഗ്നറ്റിസം ഓഫ് ദ പെർമനൻറ്റ് മാഗ്നറ്റം. നമ്മൾ ഈ ഉപയോഗിക്കുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന് കുറേ കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് കുറഞ്ഞു, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിൻ്റെ ഏജ് വരുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞ് മാഗ്നറ്റിക് ലോസ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാതാകുമ്പം എററുകൾ വരാൻ, നമ്മൾ നോക്കുന്ന റീഡിങ്ങിൽ എററുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് PMMCൻ്റെ കേസിൽ പറയുന്നത്.